കാപ്പിയും ഒക്കെ തരാമല്ലോ. രാവിലത്തെ ഒരു പൊതി മാത്രം പോരാ, അതിന്റെ കൂടെ ഒരു ചാള. ആർക്ക് വേണവടാ നിന്റെ ഓശാരം? ഡാ കൊച്ചനെ, ആ ചായയുടെ പൈസ ഞാൻ കൊടുത്തേക്ക്. ചേട്ടാ ഞാൻ തന്നേക്കാം. നിന്റെ യേശു കൊള്ളാമല്ലോ. അങ്ങേരുണ്ടായിരുന്നെങ്കിൽ ജീവിതം സുഖമായേനെ. ചേച്ചി, യേശു വന്നത് ഈ ഭൂമിയിൽ ഒരു നല്ല ജീവിതം നമുക്ക് തരാൻ വേണ്ടി മാത്രമല്ല, മോക്ഷം തരാൻ, നമ്മെ രക്ഷിക്കാൻ. ഓ രക്ഷകൻ. ഈ നാട്ടുകാർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണം എല്ലാ മനുഷ്യർക്കും. പാപത്തിന്റെ പരിണിത ഫലമാണ് നരകം. അത് നിത്യമാണ്, അത് നിത്യമാണ്. അനന്തകോടി വർഷത്തെ നിത്യ നരകാഗ്നി, നിത്യ നരകാഗ്നി. പാപമോചനത്തിനല്ലേ മനുഷ്യൻ നോയമ്പും വ്രതവും ഒക്കെ നോക്കുന്നത്. കറ പുരണ്ട വസ്ത്രം ചെളിവെള്ളത്തിൽ കഴിയ കറ പോകുമോ ചേട്ടാ? അതുപോലെയൊക്കെയാണ് പാപപരിഹാരത്തിന് നമ്മുടെ നൊയമ്പും വ്രതവും നേർച്ചയും ഒക്കെ. അതല്ലാതെ പാപം പരിഹരിക്കാൻ വേറെ എന്തെങ്കിലും ഏർപ്പാട് സാറിനുണ്ടോ? അതെ, പാപം പരിഹരിക്കാനാണ് പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കാൻ ക്രൂശിലൊരു യാഗമായി. യേശു ആ ശിക്ഷ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്നറിയാമോ?
അനുതാപത്തോടെ തുണയ്ക്കുന്നു. യെരൂശലേം പുത്രികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാതെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സന്തതികൾക്ക് വേണ്ടിയും വിലപിക്കുകയും. എന്തെന്നാൽ മനുഷ്യൻ പച്ചമരത്തോട് പ്രകാരം ചെയ്താൽ ഉണങ്ങിയതിനോട് എന്തു ചെയ്യാൻ മടിക്കുകയും. ധരണിയിൽ ധർമ്മവും നീതിയും കാട്ടിയ ധന്യനായിടുമാ ദേവന്റെ നിർമ്മലമാം കൈകളിൽ കാരിടും വാണികൾ ആഞ്ഞടിക്കുന്ന. അപരാധമെന്തു ഞാൻ ചെയ്തു? പക്ഷേ ഈ 2000 കൊല്ലം മുമ്പ് മരിച്ച യേശുവിനെ കൊണ്ട് നമുക്കെന്താ സാറേ പ്രയോജനം? ചേട്ടാ, യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കം ചെയ്തു. അത് വാസ്തവം. വേറൊരു സത്യവും കൂടെ ഉണ്ട്. ആ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിലും കൊള്ളാം. ചോറില് വെള്ളം ഒഴിക്കണതിന് മുമ്പേ ഞാനങ്ങ് ചെന്നെത്താൻ നോക്കട്ടെ. സാറ് എവിടെയെങ്കിലും ചെന്ന് പറ്റാൻ നോക്കും. ഇനി എന്തോന്ന് ജീവിതം! എന്നെ പോലുള്ളവര് ആർക്ക് വേണം? അങ്ങേർക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ പോയി തൂങ്ങിച്ചത്തത്. ദേ, മകനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. ചേച്ചി, യേശു മനുഷ്യനായി ലോകത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും യേശുവിന് മനസ്സിലാകും. നീ ഒന്ന് പോയി തന്ന വളരെ ഉപകാരം. എനിക്കൊന്ന് ഉറങ്ങാമായിരുന്നു. ചേച്ചി, യേശുവിൽ വിശ്വസിക്കുക. യേശുവിന് ചേച്ചിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. മാറ്റം വരുത്താൻ കഴിയും. മാറ്റം വരുത്താൻ കഴിയും. മാറ്റം വരുത്താൻ കഴിയും. യേശു, അങ്ങനൊരു രക്ഷകനുണ്ടോ? മനുഷ്യനെ രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ? ഇല്ല. എന്നെ സ്നേഹിക്കാൻ, എന്നെ രക്ഷിക്കാൻ ഒരു യേശുവിനും കഴിയില്ല. കഴിയുമോ? മകളെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു.